പാലക്കാട് ലൈംഗികാതിക്രമം നടന്ന യുവതിക്ക് വെട്ടേറ്റു. കഞ്ചിക്കോട് കൊട്ടിൽപ്പാറ സ്വദേശിനിക്കാണ് വെട്ടേറ്റത്. യുവതിയെ ആദ്യം പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആക്രമണം നടത്തിയ പ്രദേശവാസി സൈമൺ ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ലൈംഗികാതിക്രമം ചെറുക്കുന്നതിനിടയിലാണ് യുവതിക്ക് വെട്ടേറ്റത്. തലയ്ക്ക് 3 വെട്ടേറ്റിട്ടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആദ്യം പാലക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് ഇവിടെ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കഞ്ചിക്കോടാണ് നാടിന് നടുക്കിയ സംഭവം ഉണ്ടാകുന്നത്. അതായത് പുല്ലരിയുന്നതിനും പയറു പറിക്കുന്നതിനും വേണ്ടി അമ്മയും മകളും പാടത്തേക്ക് പോയതാണ്. അമ്മ വീട്ടിലേക്ക് ചായ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയ സമയം അവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസിയായ സൈമൺ പെൺകുട്ടിയെ കടന്നുപിടിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. പെൺകുട്ടി കത്തി ഉപയോഗിച്ച് ചെറുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ കത്തി പിടിച്ചു വാങ്ങിയ അക്രമി പെൺകുട്ടിയുടെ തലയ്ക്ക് നേരെ തലങ്ങും വിലങ്ങും വെട്ടുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ പ്രദേശവാസികൾ കണ്ടതും ഈ പ്രതി സൈമൺ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഉടൻ തന്നെ പെൺകുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. ഇയാൾ പ്രദേശവാസിയാണ്. പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ഇയാൾ വീട്ടിലേക്കുള്ളത്. ഈ പെൺകുട്ടിയെ ഇയാൾക്ക് അറിയാമായിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. ഇയാളെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണത്തിലാണ് പോലീസ്. ഉടൻ തന്നെ ഈ സ്ഥലത്ത് ഇവിടെ നിന്ന് മുങ്ങിയിരിക്കുകയാണ് പ്രതി. അതായത് ആളുകൾ ഓടിക്കൂടിയോടുകൂടി പ്രതി അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടെങ്കിലും പ്രതിയുള്ള സ്ഥലത്തെക്കുറിച്ച് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും സംഭവം പെൺകുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയനുസരിച്ച് അതീവ ഗുരുതരമല്ല. എങ്കിൽ പോലും തലയ്ക്ക് വെട്ടേറ്റിട്ടുണ്ട്. രക്തം വാർന്നതിനാൽ തന്നെ അതാണ് പ്രധാനമായും ഈ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള കാരണം. അതേസമയം തലയ്ക്ക് മാരകമായ ക്ഷതം ഏറ്റിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന ഒരു സൂചന. എന്തായാലും പ്രതിയെ ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ്.